കലാപം രൂക്ഷമായതിനെ തുടർന്ന് രാജ്യം വിടാനൊരുങ്ങി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി. മോസ്കോയിലേക്ക് രാഷ്ട്രീയ അഭയം തേടാനാണ് നീക്കം. കറൻസിയുടെ വില ഇടിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ 10 ദിവസമായി ഇറാനിൽ കലാപം തുടരുകയാണ്. വെനസ്വേലയിലെ US നീക്കത്തിന് സമാന നടപടി ഇറാൻ പ്രതീക്ഷിക്കുന്നു എന്നും സൂചനകൾ പുറത്തുവരികയാണ്. ഐസൻ, എന്താണ് ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അലി ഖമീനി രാജ്യം വിടാനാണോ തീരുമാനം? തീർച്ചയായും രാഖി, അലി ഖമേനിയെ രാജ്യത്തു നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, ഇറാനിലെ സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ തകർന്നു പോയൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിൻ്റെ ഒരു മർദ്ദക നയം പ്രായോഗികമായി നടപ്പാക്കുക എന്നത് കുറേ കൂടി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ആയത്തുള്ള അലി ഖമേനി, ആത്മീയ നേതാവായ അല്ലെങ്കിൽ അവരുടെ ആത്മീയ നേതൃത്വത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ ആയത്തുള്ള അലി ഖമേനി ഇന്നലെ ഈ പ്രക്ഷോഭത്തിൽ കാര്യമുണ്ട് എന്നൊരു നിലപാട് അറിയിച്ചത്. പ്രക്ഷോഭത്തിൽ കാര്യമുണ്ട്, പ്രക്ഷോഭങ്ങൾ നടക്കുന്നതിനെ നടക്കുന്ന സാഹചര്യം കൃത്യമായും അത് വസ്തുതയുണ്ട് എന്ന നിലപാട് അറിയിക്കുകയും ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ളൊരു നീക്കം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും കൃത്യമായ ഒരു പ്രതിഷേധത്തെ തടയാനാവില്ല. ഇസ്ലാമിക സ്വഭാവമുള്ള ഒരു ഭരണകൂടമായി തുടരുന്നത് ലോകത്തിൻ്റെ വലിയ എതിർപ്പ് സമ്പാദിക്കുന്ന ഒരു സാഹചര്യവും തുടർച്ചയായി വർഷങ്ങളായി ഈ പ്രശ്നം നേരിടേണ്ട ഒരു സാഹചര്യം അവിടുത്തെ ജനതയ്ക്കുണ്ടാവുകയും ഈ അടുത്ത കാലങ്ങളിൽ അതിശക്തമായ ആക്രമണം ഉണ്ടാവുകയും ചെയ്ത് ന്യൂക്ലിയർ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും ഗൗരവമേറിയ ചില ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഈ ആയത്തുള്ള അലി ഖമേനിയെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതയില്ല, മറിച്ച് സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല അവരുടെ ആണവ സംവിധാനങ്ങൾ പോലും, ആ ആണവ സംവിധാനങ്ങളെ പൂർണ്ണമായും തകർത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ഭീഷണിയുടെ രീതിയിൽ പോലും അമേരിക്കയ്ക്ക് വഴങ്ങേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നതിനാലാണ് ഇപ്പോൾ മോസ്കോയിലേക്ക് പലായനം ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന് ഇറാനിലെ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്, ബഷാർ അൽ അസദിന് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ളൊരു നേതാവിനെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കം സിറിയയിലെ ബഷാർ അൽ അസദിനെ റഷ്യയിലേക്ക് മോസ്കോയിലേക്ക് കൊണ്ടുപോയതുപോലെ ഇദ്ദേഹത്തെയും ആത്മീയ നേതാവിനെയും മോസ്കോയിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുറേ കൂടി സുരക്ഷിതമായൊരു പ്രദേശത്ത് അദ്ദേഹത്തെ നിലനിർത്താനാകും. സ്വാഭാവികമായും അത്തരമൊരു നീക്കം നടക്കുകയാണെങ്കിൽ വീണ്ടും റഷ്യയുടെ ഒരു പിന്തുണ കുറേ കൂടി ശക്തമായ രീതിയിൽ ലഭ്യമാകാനുള്ള സാധ്യത എന്നൊരു സന്ദേശം ജനങ്ങൾക്ക് നൽകാനാവുകയും സ്വാഭാവികമായും അതൊരു പ്രതിരോധ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് മൂവും ഇതിന് പിന്നിലുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇറാനിലെ തന്നെ ഇൻ്റലിജൻസ് മേധാവികൾ ആയത്തുള്ള അലി ഖമേനി മോസ്കോയിലേക്ക് രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മുജ്തബ അലി ഖമേനിയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരും കുടുംബാംഗങ്ങളും രക്ഷപ്പെടാനുള്ളൊരു നീക്കം നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ രക്ഷപ്പെട്ടിരിക്കാമെന്ന റിപ്പോർട്ടുകളും അല്ലെങ്കിൽ പോയിരിക്കാമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേസമയമാണ് 10ഓളം ദിവസമായി വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കറൻസിയുടെ വിലയിടിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു അതിസങ്കീർണമായ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത് എന്നതും യാഥാർത്ഥ്യമാണ്. എന്തായാലും രാജ്യമിടാനുള്ള നീക്കത്തിലാണ് ആയത്തുള്ള അലി ഖമീനി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ഐസൻ ജൂസാണ്.